മദനി സൂറത്തുകളുടെ എണ്ണം 28. ഫാത്തിഹ സൂറത്തിലെ സൂക്തങ്ങളുടെ എണ്ണം എത്ര? 7. ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മാതാവ്. സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരൻ ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ തലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത്? സൂറത്തുൽ ബഖറ. ഏത് സൂറത്തിലെ കർമ്മശാസ്ത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം വിവരിച്ചു കൊടുത്തത്? സൂറത്തുൽ ബഖറയിലെ. അൽ ബഖറ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണം 286. മുൻ വേദങ്ങളിലെ കടഞ്ഞെടുത്ത സൂറത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? അൽ ബഖറ. പാരായണം ചെയ്താൽ വീട്ടിൽ 3 ദിവസം പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. സ്വീകരിക്കൽ ബർക്കത്തും ഉപേക്ഷിക്കൽ പരാജയവും ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് ഏത്? അൽ ബഖറ. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറ. ആയത്തുകളുടെ നേതാവ് അഥവാ സയ്യിദുൽ ആയ എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ആയത്തുൽ കുർസി. സഹ്റാവൈനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏവ? അൽ ബഖറ, ആൽ ഇംറാൻ. മഹ്ശറയിൽ തണലായി വരികയും സ്വർഗത്തിനു വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏത്? ആൽ ഇംറാൻ. ആൽ ഇംറാനിൽ എത്ര സൂക്തങ്ങളുണ്ട്? 200. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആനിൻ്റെ 2 പതിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടത് എവിടെ? താഷ്കെൻഡിലെ ഉസ്ബെക്കിസ്ഥാൻ മ്യൂസിയത്തിലും തുർക്കിയിലെ ഇസ്താംബൂളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതിയിരുന്നത് എവിടെ? കല്ലുകൾ, തോൽക്കഷ്ണങ്ങൾ, ഈന്തപ്പനയോലകൾ തുടങ്ങിയവയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അദ്ധ്യായം ഏത്? സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദയുടെ മറ്റൊരു പേര്? മുൻഖിദത്ത് അഥവാ രക്ഷപ്പെടുത്തുന്നത്. മുൻഖിദത്ത് എന്ന നാമം സൂറത്ത് മാഇദക്ക് നൽകാൻ കാരണം? ശിക്ഷ നൽകാൻ നിയോഗിക്കപ്പെട്ട മലക്കുകളിൽ നിന്നും ഈ സൂറത്ത് സംരക്ഷിക്കും. ഖുർആൻ എഴുത്തിന് പറയുന്ന പേര്? റസ്മ്. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത്? സൂറ അൻആം. ഒരു സൂറത്തിൻ്റെ അവതരണത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്മയത്തോടെ തസ്ബീഹ് ചൊല്ലി. ഏതാണ് ആ സൂറത്ത്? സൂറ അൻആം. നജാഇബുൽ ഖുർആൻ അതായത് ഖുർആനിൻ്റെ മഹിമകൾ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൻആം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഖുർആൻ ലിപി ഏത്? റസ്മുൽ ഉസ്മാനി.
ഫാത്തിഹയിൽ നൽകപ്പെടാത്ത 7 അക്ഷരങ്ങൾ നൽകപ്പെട്ട ഖുർആനിലെ ഏക സൂക്തം ഏത്? സൂറത്ത് അൻആമിലെ 122 ആയത്ത്. ഖുർആൻ മനഃപ്പാഠമുള്ള ധാരാളം സ്വഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം. യമാമ യുദ്ധം. സജദയുടെ ആദ്യ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ അഅ്റാഫ്. സൂറത്തുൽ അഅ്റാഫിന് ഈ പേര് ലഭ്യമാകാൻ കാരണം സ്വർഗത്തിലും നരകത്തിലും ഉൾപ്പെടാത്ത അഅ്റാഫുകാരെ പരാമർശിച്ചതിനാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഗ്‌രിബ് നിസ്കാരത്തിൽ പൂർണ്ണമായി പാരായണം ചെയ്ത ഏറ്റവും വലിയ സൂറത്ത് ഏത്? സൂറത്തുൽ അഅ്റാഫ്. ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് ജുസുയിലാണ്? 2-ാം ജുസുയിൽ. അൽ ബഖറ സൂറത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസുയിൽ? എത്ര സൂറത്തുകൾ? 30-ാം ജുസുയിൽ 37 സൂറത്തുകൾ. 2 ബിസ്മിയുള്ള സൂറത്ത് ഏത്? സൂറ അൻ-നംൽ. ഖുർആനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട്? 114. അള്ളാഹുവിൻ്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ. ഫാത്തിർ, ഗാഫിർ, അർ-റഹ്മാൻ, അൽ-അഅ്ല. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ. സൂറ യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, മുഹമ്മദ്, നോഹ്. പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്തുകൾ. സൂറ മറിയം, ലുക്മാൻ. രാജ്യങ്ങളുടെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ. സൂറ അർ-റൂം, സബഅ്. ഫ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ ഫാത്തിഹ. മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ കൗസർ. ത എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ ഇഖ്ലാസ്. അള്ളാഹുവിൽ ശരണം തേടാൻ ഉപയോഗിക്കുന്നതിനാൽ അൽ മുഅവ്വിദത്തൈനി എന്ന് അറിയപ്പെടുന്ന സൂറത്തുകൾ. സൂറ അൽ ഫലഖ്, അന്നാസ്. അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ് എന്നീ 3 സൂറത്തുകൾക്കും കൂടി പറയുന്ന പേര് അൽ മുഅവ്വിദാത്ത്. ഖുർആനിൻ്റെ മറ്റു പേരുകൾ. അൽ ഫുർഖാൻ, അദ്ദിക്ർ, അന്നൂർ, അൽ ഹുദ, അൽ കിതാബ്. ലോകത്ത് ഏറ്റവുമധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത്? ഖുർആൻ. ഇസ്ലാമിൽ പാരായണം ആരാധനയായി നിശ്ചയിക്കപ്പെട്ട ഏക ഗ്രന്ഥം ഏത്? ഖുർആൻ. ഒന്നാമതായി ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ. ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, അദ്ദുആ, അൽ ഹംദ്, അൽ കൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരകങ്ങൾ കണ്ട ദിവസം. മിഅ്റാജ് ദിനം. മിഅ്റാജിൽ അള്ളാഹുവുമായി സംഭാഷണം നടന്ന സ്ഥലം. സിദ്റത്തുൽ മുൻതഹ. ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത. ആയിഷ ബീവി. പ്രവാചകനിൽ നിന്നും ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു.
ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്ത്? ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര്? അല്ലാഹു. നോമ്പുകാർ പ്രവേശിക്കുന്ന സ്വർഗ കവാടം റയ്യാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനംമാറ്റത്തിനിടയാക്കിയ സൂറത്ത്? സൂറത്തു ത്വാഹ. യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനം? ബദർ യുദ്ധദിനം. ബദർ യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിങ്ങൾ? 14. ഇസ്രാ മിറാജ് നടന്ന വർഷം? നുബുവത്തിൻ്റെ 10-ാം വർഷം. മിറാജ് യാത്രയിൽ ആദ്യമെത്തിയ സ്ഥലം? ബൈത്തുൽ മുഖദ്ദസ്. മിറാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി മലക്കുകളെ കണ്ട സ്ഥലം? സിദ്റത്തുൽ മുൻതഹ. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ? നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിവരുടെ ഭാര്യമാർ. നബിയുടെ ഗോത്രനാമം? ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്? വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആൻ 10ഓളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണിയാൾ? വലീദ് ബിൻ മുഗീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 4 പ്രാവശ്യം. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി? ഹഫ്സ റളിയല്ലാഹു അൻഹ. ഒരു പ്രവാചകൻ്റെ 2 മക്കളും പ്രവാചകന്മാർ. അവരുടെ പേര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കൾ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ ഇളയ പുത്രൻ? ബിന്യാമിൻ. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് ആരെല്ലാം? ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ? യൂസുഫ് നബി അലൈഹിസ്സലാം. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകന്മാർ? ആദം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ? ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ? സക്കരിയ നബി അലൈഹിസ്സലാം. കഅബ പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര? 950 വർഷം. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ? അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര്? ഹാജറ റളിയല്ലാഹു അൻഹ, സാറ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ? നൂഹ് നബി അലൈഹിസ്സലാം. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ? സക്കരിയ നബി അലൈഹിസ്സലാം. കഅബ പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര?
950 വർഷം. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് ഹാജറ റളിയല്ലാഹു അൻഹ, സാറ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ. മക്കയിലെ കിനാർ വിഭാഗം. ആദം നബിയെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? 34 സ്ഥലങ്ങളിൽ. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ മറിയം ബീവി. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം. ആദം നബിയുടെ 2 പുത്രന്മാർ ഹാബീൽ, കാബീൽ. മൂസ അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് ഇമ്രാൻ. യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര് ഈജിപ്ത്. ഖുർആനിൽ ഏറ്റവും അധികം തവണ പേര് പറയപ്പെട്ട നബി മൂസ നബി അലൈഹിസ്സലാം. എത്ര ആകാശങ്ങളും എത്ര ഭൂമികളും ഉണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 ആകാശങ്ങളും 7 ഭൂമികളും. നരകത്തിന് എത്ര വാതിലുകളുണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 വാതിലുകൾ. ജനിച്ച കുഞ്ഞിന് എത്ര കാലം മുലപ്പാൽ നൽകാനാണ് ഖുർആനിൻ്റെ അധ്യാപനം? 2 കൊല്ലം. ഖുർആനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് യൂസുഫ് നബിയുടെ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരൻ അഥവാ ഹുബ്ബുർ റസൂലില്ല എന്ന് അറിയപ്പെട്ട സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ദുന്നൂറൈൻ എന്ന് അറിയപ്പെട്ട സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു സലാം അറിയിച്ച ഏക വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ. ഹവാരിയു റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി എന്ന് അറിയപ്പെട്ട സ്വഹാബി സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ലൈലത്തുൽ ഖദറിൻ്റെ മറ്റൊരു പേര് ലൈലത്തുൽ മുബാറക്. ഖുർആനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? 25 നബിമാരുടെ. എല്ലാ ആയത്തും ഹ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സൂറത്ത് സൂറ അശംസ്. ഏത് സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നാണ് പിശാച് ഓടിപ്പോകുന്നത്? സൂറ അൽ ബഖറ. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്ത് സൂറ അൽ കഹ്ഫ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്ത്രീ മറിയം. ഒരു സ്ത്രീയുടെ പേരിൽ ഖുർആനിലുള്ള സൂറത്ത് സൂറത്തുൽ മറിയം. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറ അൽ ഫാത്തിഹ. സബുഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറ അൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് ആയത്തുദ്ദൈൻ.
ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത്. സൂറ അൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹമ്മദ് എന്ന നാമം പരാമർശിച്ച സൂറത്ത്. സൂറ അസ്സഫ്. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത്. സൂറ മുജാദല. ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത്. സൂറ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ. ഒരു സൂറത്തായി ഒന്നിച്ച് പൂർണ്ണമായി അവതരിച്ച സൂറത്ത്. സൂറ അൽ മുദ്ദസിർ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്. സൂറ അൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. സൂറ അൽ കൗസർ. ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏക സൂറത്ത്. സൂറ അത്തൗബ. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്. ആയത്തുൽ കുർസി. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത്. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ട്? 23 വർഷം കൊണ്ട്. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114 സൂറത്തുകൾ. ഖുർആൻ അവതരണത്തിൻ്റെ മുമ്പ് അത് രേഖപ്പെടുത്തിയിരുന്നത് എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ. മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ. മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ. റമളാൻ ഒന്നാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? റഹ്മത്ത്. റമളാൻ രണ്ടാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? മഗ്ഫിറത്ത്. റമളാൻ മൂന്നാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? നരകമോചനം. നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹുവിനെ കാണൽ. പള്ളികളിൽ ഇന്നു കാണുന്ന തരത്തിലുള്ള മിഹ്റാബിന് തുടക്കമിട്ടത് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബദറിൻ്റെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന മെഹ്ജ റളിയല്ലാഹു അൻഹു. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? കരിച്ചു കളയുക. ഖുർആനിൽ ജഹന്നം അഥവാ നരകം എന്ന പദം എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട്? 77 തവണ. ബദർ ദിനം എന്നാണ്? റമളാൻ 17-ന്. സഹ്ർ എന്നാൽ എന്താണ്? അത്താഴം. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത്? റയ്യാൻ. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏത്? ലൈലത്തുൽ ഖദർ.